ഇക്കാക്കാനിപ്പൊ കാണാനേ ഇല്ലല്ലോ. മോളുടെ ഇക്കാക്കപ്പ വലിയ പാട്ടുകാരനായില്ലേ, അതിന്റെ തിരക്കായിരിക്കും. ഇപ്പൊ ഇല്ലാത്തോണ്ടാ ഞാൻ ഇക്കാനെ പൊരയിലേക്ക് വിളിച്ചത്. പൊടി അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. കഴിക്ക. ബനാര പൊരെ കേറ്റി കഞ്ചാവ് വലിക്കലടാ. ഇല്ലപ്പാ, ഞാൻ വലിക്കാറില്ലപ്പാ. കളവ് പറയണ്ട മാറേ. അന്നേ ഞാൻ എന്നോട് പറഞ്ഞതാ അവന്റെ ഒലക്കമ്പല പാട്ടും കൂത്തും ഒഴിവാക്കി ഉരുവിന്റെ അടുത്തേക്ക് വരാ. ഇപ്പൊ എന്തായി? ആരെ അനുസരിക്കാത്ത ഇബിലീസാണ് വേ. കുടുംബത്തിലും നാട്ടിലും അന്നെ കൊണ്ട് തലപൊക്കി നടക്കാൻ പറ്റണ്ടായി. എന്താ പറ്റും എന്നെ പറ്റി പറയണത്? അല്ലെങ്കിൽ ആന്റി പുരുവിന്റെ കാര്യത്തിൽ വേചാറിൽ നടക്കുമ്പോ എന്റെ ഓരോ അല്ലാന്ന് നിങ്ങക്ക് ഇവിടെ മോൻ അറിയൂലേ? ഓൻ തെറ്റെയ്യുന്നു തോന്നുന്നുണ്ടോ നിങ്ങക്ക്? എന്തൊക്കെ നിങ്ങളിങ്ങനെ ഇന്നേ വരെ എന്റെ മേത്ത് നിങ്ങൾ കൈവച്ചിട്ടുണ്ടാ? ഊരോലോക്കിലൂരു സമയം 5:45. ഇന്നും ലേറ്റായി. എന്തൊരു കഷ്ടമാണ്. അഡ്വാൻസ് എന്തെങ്കിലും കിട്ടിയാൽ മതി. ഇവിടെ അച്ഛപ്പിക്കുന്നില്ല ഇങ്ങോട്ട്. ഈ റസീദ് ഫോൺ എടുക്കുന്നില്ലല്ലോ. മൂപ്പർ എന്തോ ബേജാറിലാണെന്ന് തോന്നുന്നുണ്ട്. അതെ, ഇനി നിങ്ങൾ പോയിക്കോളി. അഡ്വാൻസ് ഒന്നും കിട്ടിയില്ലോ. അതല്ല അജയ പറയണത്. മൂപ്പര് വരാത്തോണ്ടാണ് തരാൻ പറ്റാത്തത്. അതിൽ വെച്ചേക്ക്. ഇതൂടെ അച്യുതാ, ഇന്റെ അടുത്ത് ആകതേ ഉള്ളൂ. ഇത് എങ്ങനെങ്കിലും ഇവർക്കൊക്കെ കൊടുത്തു വരെ സമാധാനിപ്പിക്കേ. ഇതുകൊണ്ട് ഞാൻ എന്താക്കാനാ? അല്ല മേശ്രി, നമ്മളെ ഋഷിദ് കപ്പ എവിടെയാ? അതെ, പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞതിന് ശേഷം മൂപ്പരെ വായിക്ക് കണ്ടില്ല. അജയ, ഇതുകൊണ്ട് ഈ എന്തെങ്കിലും ചെയ്യേ. ഇതേ ഉള്ളൂ. എനിക്കില്ലേ നോക്ക്. 1 2 4 5 6 ഇതിപ്പോ എന്ത് ചെയ്യണ്ട്? വാ പോവാ. വേഗം വാ ഇങ്ങോട്ട്. ഇക്ക, ഓനിക്കാനോട് എന്തോ പറയാനുണ്ടെന്ന്. 2 ദിവസമായില്ലൊക്കെ നിങ്ങൾ ഈ വാശിയും കൊണ്ട് നടക്കുന്നു. ഓനുമ്പളല്ലാതെ ആരാ ഉള്ളത്? ഇക്ക, ഓൻ കഞ്ഞിൻ്റെ വെള്ളം കുടിച്ചിട്ട് 2 ദിവസമായിക്ക. ഒക്കെയാണെങ്കിൽ ഓനോട് മിണ്ടണില്ല, ഓൻ വീട്ടിലേക്കും വരണില്ല. ഓൻ അതൊന്നും വലിക്കൂല്ലിക്ക. ഓൻ്റെ ചങ്ങായിമാരെന്തോ കാട്ടിക്കൂട്ടിയ. നിങ്ങൾ എന്തിനാണ് ഓനോട് ഇങ്ങനെയെല്ലാം കാണിക്കണത്? ഇവള് മോനല്ലേ ഇക്ക. ഇപ്പ ഞാനൊന്നും ചെയ്യില്ലപ്പാ. ഇപ്പ ഇന്നലെ മുടുക്കി പിടിച്ചപ്പോ അറിയാതെ ചെയ്തു പോയതാണ്. ഇപ്പ
ഗുളിക കുടിച്ചില്ല അച്ഛാ, ഗുളിക കുടിച്ചാ? ആ വെള്ളം കുടിക്ക. മാസിന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അതുവരെ പണിയെടുത്ത് എൻ്റെ പൈസ മുഴുവൻ എനിക്ക് കിട്ടണം. ഞാൻ എൻ്റെ അച്ഛവിടെ ഉള്ളവരെ കൂടെ അത്രയും കാലം ഇവിടെ പണിയെടുത്ത് നിന്ന്. ഇവിടെ ആശാരിമാർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇഷ്ടം പോലെ പണി പുറത്തുണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ച്? നിങ്ങൾ എന്നും പറ്റിക്കളെ ഞങ്ങളിത്. നിങ്ങൾ പൈസ ഇല്ലെങ്കിൽ പൈസ ഇല്ലെന്ന് പറയും, ഞാൻ പോയിക്കോളാം. എനിക്ക് എല്ലാവരും മ്യൂസിക് ബാൻഡ് ഉണ്ട്, ഞാൻ അതിൻ്റെ പണിക്ക് പോയിക്കോളാം. ചിലക്കാൻ നിക്കടാ, എനക്കറിയോ അന്റെ ശരീരം ഈ ഉരുക, അത് മറക്കണ്ട. ഈ ഉരു അല്ല, കുരു. കുരു. മേസരി, അടുത്ത മാസം അഞ്ചത്തിൻ്റെ കല്യാണമാണ്. കയ്യിലാണ് 10 പൈസയും ഇല്ല. മേസരി എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുള്ളൂ, ഇല്ലേ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മേസ്തിരി ഒന്നും വിചാരിക്കരുത്. എനിക്ക് ഗൾഫിലേക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മേസ്തിരി തരാനുള്ള പൈസ എനിക്ക് ഫുള്ളായിട്ട് കിട്ടണം. ഇവിടെ നിന്ന് എൻ്റെ കുടുംബം പട്ടിണിയായി പോകും. ദയവേത് എനിക്ക് തരണേ. ഇയാള് പേച്ചും തല്ലടാ, ഇയാൾക്കൊക്കെ വാങ്ങി വെച്ച് ശീലല്ലടോ ഉള്ളൂ. ഇയാൾക്കൊക്കെ കൊടുത്തിട്ട് ശീലമുണ്ടോ? നിങ്ങൾ ഉരും കെട്ടിപ്പിടിച്ച് കിടന്നോളി, പണ്ടാറടക്കി പോട്ടെ ഞങ്ങളെ പൈസ. നിങ്ങളെ വാടാ. എടാ അജിയ, അതിന് ഉത്തരവാദി ഇയാളല്ല. അച്യുതാ, വേണ്ട. അവര് പറയുന്നതിലും കാര്യമുണ്ട്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. മേസ്ത്രിയാണല്ലോ ഈ കിടക്കുന്നത്. സേര മേസ്ത്രി, മേസ്ത്രി. അല്ല, നിങ്ങൾ ഇന്നലെ പൊരയ്ക്ക് പോയില്ലേ? എങ്ങനെ പോവും? ഞാനാണെങ്കിൽ ഒരു പോളെ കണ്ണടിച്ചിട്ടുമില്ല. എന്റെ മോനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നാക്കിന് എല്ലില്ലാത്തവരാണോ? ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ഓരോരുത്തരെ കാര്യമല്ലേ വലുത്. അച്യുത, എന്താ മേസരി ഇത്? ഇത്രയും പ്രായമായിട്ടും ഇന്ന് വരെ എൻ്റെ പണിക്കാരും എൻ്റെ നേരെ തിരിഞ്ഞിട്ടില്ല. ആശാരിമാർ ഉരുണ്ടാക്കുന്നത് അവരുടെ മനക്കണക്കിലാ. എൻ്റെ എല്ലാ കണക്കും പോയ അച്യുത.
ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ കുത്തും പാറും കേൾക്കുന്നത്? ആശാരിമാർ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. മരമില്ലിൻ്റെ ഉടമ എൻ്റെ അച്ഛൻ്റെ ചെങ്ങായിൻ്റെ മോനാ. അതൊന്നും റഷീദിന് അറിയില്ല. അയാൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. ഒരു ചെറിയ പ്ലാനൊക്കെ വേണ്ടേ? അയാൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കരുതിയത് ഈ ഊരൊക്കെ ചെറിയ ബോട്ട് ഉണ്ടാക്കുന്നവർ എളുപ്പത്തിൽ തീർക്കാനാണ്. നാട്ടുകാർ ആക്ഷേപം മുഴുവൻ ഞാനാ കേൾക്കുന്നത്. എനിക്കെന്തിൻ്റെ കേടാണ്? ഞാൻ അയാളെ കുറ്റം പറയല്ല, അയാളല്ല ഇതിൻ്റെ ഉത്തരവാദിയെന്നും അറിയാം. എന്നാലും സമയാസമയം അറിവിനോട് പോയി പൈസ മേടിച്ചുകൊണ്ടേണ്ട ഇയാൾ. മാത്രമല്ല അത് അയാളെ പരാജയം തന്നെയാണ്, പറ്റാത്തതെടുത്ത് തലയെ കയറ്റി വെച്ചിട്ട്. അല്ലെങ്കിൽ അയാൾ പോയി ഗൾഫിൽ പോയിട്ട് പൈസ അടിച്ചുകൊണ്ടേ. നിങ്ങൾ ബേജാറാണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്യണോ? എനിക്കൊരു പ്രതിവിധി ഇല്ലതിന്. എൻ്റെ വീട് വെക്കണോ? നിങ്ങൾ സമാധാനിക്ക്, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. നിങ്ങൾ വരി, ഇങ്ങോട്ട് വരി. എടാ ബാബുവോ, 2. അച്യുതൻ അറിയോ, എൻ്റെ മൂത്ത മോളിൽ 2 കുട്ടികളെയും അവരെ വീട്ടിൽ കൊണ്ടേയാക്കി. അവരിപ്പോൾ കൈയൊഴിഞ്ഞ മട്ടാണ്. ചെറിയ മോളാണെങ്കിൽ മനസ്സിന് സുഖമില്ലാത്ത കുട്ടിയാണെന്നറിയാലോ. ഇതൊക്കെ കണ്ട് എൻ്റെ ഭാര്യ തകർന്ന് തരിപ്പണായിരിക്കുകയാണ്. ഞാനിപ്പോൾ അകത്തും പുറത്തും വെന്തുരുകയാണ് അച്യുത. ഈ കള്ളു കുടിക്കാനൊന്നും തോന്നുന്നേ ഇല്ല. മനുഷ്യന്മാരുടെ ജീവിതമല്ലേ, കഷ്ടപ്പാടും ദുരിതവും സന്തോഷവും ഉണ്ടാവും. അതൊക്കെ നമ്മൾ അനുഭവിക്കുക, അല്ലാണ്ടെന്താ? അത്ര തന്നെ. എൻ്റെ ജീവിതപ്പം നമ്മൾ ഉരുവിനെ പോലെയാ. 4 ഭാഗവും തിരമാലകളാണ് അച്യുത. എന്നിട്ട് ഒരു മുന്നോട്ട് പോണില്ലേ? അത്രയേ ഉള്ളൂ. നിങ്ങളത് കുടിക്ക്. കുടിക്കിങ്ങളെ. നിങ്ങളെ വിഷമവും പ്രയാസമൊക്കെ അങ്ങോട്ട് പോട്ടെ. ബാബുവോ, ബാബ് 2 കപ്പയും 2 മീനും കുടിച്ചോളി. നിനക്കെന്താ ഒരു മൂഡൗട്ട്? എന്താ ചെയ്യാ, ഞാൻ കാരണം ഇമ്മ ഇപ്പം ആകെ വിഷമത്തിലാണ്. ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാ ഒരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇപ്പം പറഞ്ഞ പോലെ ഉരുവിൻ്റെ പണിക്ക് പോയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഉരുവിന് പണി തീരുന്നവരെ നീ ഒന്ന് സഹിക്ക്. അത് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ടെൻഷനൊക്കെ മാറും. പിന്നെ നീ ഫ്രീ ആവും. നീയൊന്ന് ബാപ്പയെ കണ്ട് സംസാരിക്കേ. ഇക്ക, ഇക്ക, ഇക്ക ഫോണ്. ആരാ? ഗൾഫിൽ നിന്നാന്ന് തോന്നുന്നു.